നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡ്രൈനേജ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ടൈപ്പ് വ്യത്യസ്തമായ നോസിലുകളാണ്. ഈ നോസിലുകൾ നമ്മളെ പ്ലാറ്റ്ഫോം ക്ലീനിങ്, കാർ വാഷ് മുതലായ ഈ നോസിലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നോസിലാണ്. അപ്പോൾ ആ നോസിൽസിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നോസിലുകളാണ് ഈ നോസിലുകൾ. ഈ നോസിൽസിനൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പോയിൻ്റ് 0.1, 0.2 അങ്ങനെയുള്ള ഓരോരോ ഹോളുകളാണ് ഇതിനൊക്കെ വരുന്നത്. ഇത് മാത്രമേ അഡ്ജസ്റ്റബിൾ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു സിംഗിൾ നോബായിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. പിന്നെ വരുന്നത് ഇതും ഒരു ജെറ്റ് നോസിലാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഡ്രൈനേജ് ക്ലീനിങ് നോസിൽ. ഇതാണ് ഡ്രൈനേജ് ക്ലീനിങ് നോസിൽ. ഈ നോസിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു നോസിലാണ്. ഫ്രണ്ടിലേക്ക് ഒരു ജെറ്റ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ജെറ്റുകൾ വരുന്നത് റെയർ ജെറ്റുകൾ എന്ന് പറഞ്ഞാൽ ബാക്കിലാണ്. കംപ്ലീറ്റ് ബാക്കിൽ ഒരു 6 റെയർ ജെറ്റ് വരും. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് നോസിലാണ്. ഫ്രണ്ടിലേക്കൊരു ജെറ്റ്, ബാക്കിലേക്കൊരു 6 റെയർ ജെറ്റ്. ഈ ജെറ്റ് ഈ മോഡലിനനുസരിച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ വൈഡായിട്ട് നമുക്ക് ഇതിൽ പ്രഷർ ചെയ്യുമ്പോൾ ക്ലിയറായിട്ട് കിട്ടും. പിന്നെ വേറൊരു നോസിലാണ് ഈ നോസിൽ. ഇത് റോട്ടറിയാണ്. അതായത് നമ്മൾ വെള്ളം ഫയർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡ്രൈനേജ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കരടോ ഇതൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ മുകളിൽ ചുറ്റിയിട്ട് അത് വലിച്ചെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മളെ ഹോസിനെ ഒന്ന് പരിചയപ്പെടാം. ഹൈഡ്രോളിക് ഹോസാണ്. ഇതാണ് നമ്മളെ പ്ലഞ്ചർ പമ്പ്. ട്രിപ്ലെക്സ് പ്ലഞ്ചർ പമ്പ് എന്നാണ് ഇതിന് പറയുക. 350 ബാർ പ്രഷറാണ് ഇതിന് ഔട്ട്പുട്ട് കിട്ടുക. ഇല്ലറ്റ് ഏകദേശം 1 ഇഞ്ചാണ് ഇല്ലറ്റ് വരുന്നത്. വാക്വമാണ്, അതായത് വെള്ളം വലിച്ചെടുത്തിട്ട് സക്ക് ചെയ്ത് തള്ളുന്ന ഒരു പരിപാടിയാണ്. RPM 25 ലിറ്ററാണ് പെർ മിനിറ്റിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. 25 ലിറ്റർ ബീറ്റാലി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രഷർ വെള്ളം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ പമ്പ് ഓൺ ആക്കിയിട്ടൊന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ജെറ്റ്, ഫ്രണ്ടിലേക്ക് വരുന്ന ജെറ്റ്. ഇതാണ് റയർ ജെറ്റുകൾ. ഇതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് എയർ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓൺ ആക്കാൻ പോവാണ്. അപ്പോൾ ഓൺ ആക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ്, അതായത് അത്രയും ഹൈ പ്രഷറിൽ ഷാർപ്പ് ഒരു സൂചി നിലക്കാണിത് വെള്ളം പുറത്തേക്ക് വരിക. അപ്പോൾ എത്ര കട്ടിയായിട്ടുള്ള ഡ്രൈനേജ് ആണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ആ ബ്ലോക്ക് തീർക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ നോസിൽ മാറ്റിയിട്ട് അടുത്ത നോസിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ നോസിൽ മാറുന്നതിനനുസരിച്ച് വൈഡ്നെസ് കൂടും, വൈഡ്നെസ് കുറയും. അങ്ങനെയാണ് ഇതിൻ്റെ ജെറ്റും റയറും വരുന്നത്. അപ്പോൾ ഈ നോസിൽ നമുക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് എൻജിൻ മോട്ടർ പമ്പ് ഓൺ ആക്കാതെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യും. അത് ഞാൻ നിങ്ങൾക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഈ നോസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിന് 3 റയർ ഔട്ടാണ് വരുന്നത്. ജെറ്റ് ഫ്രണ്ടിലേക്ക് ജെറ്റ് വരുന്നില്ല. 3 റയർ ജെറ്റ് പുറകിലേക്കാണ് വരുന്നത്. അതുപോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഹൈ സ്പീഡായിരിക്കും, നല്ല പെർഫോമൻസാണ്. അതൊന്ന് നോക്കാം. റോട്ടറി നോസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഡ്രൈനേജ് ഒക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ പാഡ് അതേപോലെ പമ്പേഴ്സൊക്കെ അങ്ങനത്തെ ഒക്കെ നല്ല കുത്തിയിട്ട് കുടുങ്ങി സെൻറ്ററിൽ എവിടെയും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ റോട്ടറി ഇടുന്നതോട് കൂടിയിട്ട് ഇതിലാണ് ആ സാധനങ്ങൾ ചുറ്റിപ്പിടിക്കുക. ഇതിൽ ചുറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വലിച്ചെടുക്കാം. അപ്പോൾ റോട്ടറി നോസിൽ ആദ്യം നമുക്ക് ജെറ്റ് നോസിൽ ഇറക്കിയിട്ട് ബ്ലോക്ക് ക്ലീൻ ചെയ്തതിന് ശേഷം, ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ഈ റോട്ടറി നോസിലിടാം. അപ്പോൾ ഓരോരോ നോസിലുകളും വ്യത്യസ്തമായിട്ടുള്ള ഓരോ പെർഫോമൻസാണ്. വ്യത്യസ്തമായിട്ടുള്ള വൈഡ് ആംഗിളിലേക്കാണ് വെള്ളം പോവുക. നേരെ പോകുന്നുണ്ട്, സൈഡിലേക്ക് പോകുന്നുണ്ട്,
ഫ്രണ്ടിലേക്ക് എല്ലാ ജെറ്റ് ഫ്രണ്ടിലേക്ക് 3-4 ടൈപ്പിനേ ഉള്ളൂ. ബാക്കിയൊക്കെ റയർ ജെറ്റാണ്. റയർ ജെറ്റ് 3 വരുന്നതുണ്ട്, 5 ഹോള് വരുന്നതുണ്ട്, 8 ഹോള് വരുന്നതുണ്ട്. അപ്പോൾ നമ്മളിത് 4 ഇഞ്ചാണ് നമ്മളെ ഹോസും നമ്മളെ നോസിലുകളും. ഇത് 1/2 ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ വരുന്നതുണ്ട്. അതിനനുസരിച്ച് വലിയ വലിയ വർക്കുകളൊക്കെ നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഹൗസ്, അതായത് വീട്, ചെറിയ അപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡ്രൈനേജ് ക്ലീനിങ്ങും, എത്ര വലിയ കട്ട ചെളിയായാലും ബ്ലോക്കായാലും തുണി ആയാലും ഒക്കെ ഇത് ഈ ജെറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ട് അതിനെ കട്ട് ചെയ്ത് പിഞ്ഞി അത് എടുക്കുന്ന രീതിയിലുള്ള ജെറ്റുകളാണ്. ഇനി നമ്മളെ ഫ്രണ്ട് ജെറ്റ് നോസിലാണ്. ഇത് നമ്മൾ പ്ലാറ്റ്ഫോം അതുമാതിരി വണ്ടിയൊക്കെ വാഷ് ചെയ്യാൻ അങ്ങനെ ഉപയോഗിക്കുന്ന നോസിലാണിത്. ഓരോ നോസിലുകളും ഓരോരോ പെർഫോമൻസാണ് വരുന്നത്.